കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീനൊരു ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്ക് അങ്ങനെ വിടണ്ടല്ലോ. അപ്പോൾ അവളെപ്പച്ചി ഒപ്പം പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് കാണണമല്ലോ. അത് കണ്ട് പിന്നെ അവൾക്ക് ബസ് കയറുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അവളെപ്പച്ചി പോയത്. മഞ്ചേരിയാണ് കേട്ടോ സംഭവം. അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്ത് മടങ്ങുമ്പോൾ അവിടെ വി മാർട്ടിലൊന്ന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഞ്ചേരി വി മാർട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല ഓഫർ, സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫർ വരും കേട്ടോ. അപ്പോൾ ഇന്ന് കയറിയപ്പോൾ നല്ല ടൈമായിരുന്നു, അടിപൊളി ഓഫറുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറികൾ തീരെ ഉപയോഗിക്കുന്നില്ല അല്ലേ, ഫ്രൂട്ട്സ് മാത്രമായിരുന്നു. ഫ്രൂട്ട്സ് വത്തക്ക, മുന്തിരി, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ആയിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി പച്ചക്കറികളൊക്കെ ഒന്ന് കഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരുപാട് പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നപ്പോഴും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമയം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പരിപാടി അടിച്ചു വാരൽ, തുടക്കുക, ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കുക, അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന പാടെ എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് കരുതി. മുന്തിരി ഞാൻ ഉപ്പ് ഇട്ടാണ്, വെള്ളം പറഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇട്ടിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വത്തക്ക ഇപ്പോൾ നോമ്പിന് കഴിച്ച് വത്തക്ക ഇല്ലാതെ ഒരു അഡിക്റ്റായി മാറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഇതാ വത്തക്കയൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് മക്കൾക്കായാലും എപ്പോഴാണ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കാമല്ലോ. അപ്പോൾ ആ നേരം വെച്ചിട്ട് ഉമ്മച്ചിയെ കട്ട് ചെയ്ത് തരുമോ, ഉമ്മച്ചിയെ കട്ട് ചെയ്ത് തരുമോ വെച്ചത് പിന്നാലെ ഇങ്ങനെ നടക്കണ്ടല്ലോ എന്ന് കരുതി എല്ലാം അതാ പാത്രത്തിലാക്കി ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ വത്തക്ക കട്ട് ചെയ്ത ശേഷം ഞാൻ മുന്തിരി കുറച്ച് നേരമൊക്കെ വെള്ളത്തിലിങ്ങനെ ഉപ്പിലിങ്ങനെ പൊതിർന്ന ശേഷം നന്നായിട്ട് വീണ്ടും 1-2 പ്രാവശ്യം കഴുകി അതും മുന്തിരി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പച്ചമുന്തിരി കാണുമ്പോൾ എൻ്റെ ഐറൂസിനെ കേട്ടോ എനിക്ക് ഓർമ്മ വരിക. പിന്നെ ഇതുമൂന്ന് ഇഷ്ടമുള്ള കമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് വൈകുന്നേരം പുഴുങ്ങി കഴിക്കാമെന്ന് പറഞ്ഞാൽ ചായക്ക് പുഴുങ്ങി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.